ഇന്ന് ഞാൻ നിങ്ങളോട് ഒരു വ്യക്തിനെ കുറിച്ച് പറയാൻ പോകുന്നത്. എന്നെ ജിമ്മിൽ പോകാൻ മോട്ടിവേറ്റ് ചെയ്ത ഒരു വ്യക്തിനെ കുറിച്ച്. അപ്പോൾ ആദ്യമേ പറഞ്ഞോട്ടെ, എൻ്റെ ഈ വണ്ണം ഉണ്ടല്ലോ, ഈ കാണുന്ന വണ്ണം ഞാൻ തിന്നുണ്ടാക്കിയ വണ്ണമൊന്നുമല്ല. ജന്മന എനിക്ക് നല്ല വണ്ണമുണ്ട്. എൻ്റെ കയ്യും കാലൊക്കെ ഇങ്ങനെ നല്ല ഉരുണ്ടൊക്കെ ആയിരുന്നു. എന്തിന് പറയണേ, എൻ്റെ ഈ കഴുത്ത് കാണുന്നുണ്ട്, ഈ കഴുത്തിൽ കാണുന്ന ഈ ചുളി കൊണ്ടല്ലോ, ഇത് ഇങ്ങനെ ഇരുന്ന കഴുത്ത് എൻ്റെ മമ്മി കാറ്റടിച്ച് ഇങ്ങനെയെങ്കിലും ആക്കി തന്നു. അപ്പം അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ സ്കൂളിൽ നല്ല വണ്ണമുണ്ട്. സ്കൂളിലെത്തിയപ്പോൾ എന്നെ എല്ലാവരും കിടന്ന് മോട്ടി എന്ന് വിളിച്ചു. മോട്ടി എന്ന് വിളിച്ചപ്പോൾ ഞാൻ എൻ്റെ പപ്പ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ പോയി ജിമ്മി ജോയിൻ ചെയ്തപ്പം ഞാൻ എല്ലാത്തിനകത്തും വലിഞ്ഞു കയറി ഓടി നടന്നൊക്കെ തിരിച്ച് വീട്ടിൽ വന്ന് അടുത്ത ദിവസം എനിക്ക് വയ്യ, സ്കൂളിൽ പോകാൻ വയ്യ, എൻ്റെ കാലും കയ്യൊക്കെ ഭയങ്കര വേദന. അപ്പം ഞാൻ പറഞ്ഞു ഇല്ല എനിക്ക് പോകാൻ പറ്റത്തില്ല. അങ്ങനെ അത് ആ പ്ലാൻ അവിടെ ഡ്രോപ്പ് ചെയ്തു. പിന്നെ ഞാൻ ചിന്തിച്ചു, എന്നാൽ നടന്ന് നോക്കി വണ്ണം കുറച്ചാലോ. അപ്പം ഞാൻ ഉച്ചയ്ക്ക് പോകാൻ പറ്റത്തില്ലല്ലോ, ഉച്ച ആകുമ്പോൾ സ്കൂളിൽ പോകണ്ടേ. അപ്പോൾ ആണെങ്കിൽ രാവിലെ ഞാൻ നടക്കാൻ പോകാൻ തീരുമാനിച്ചു. രാവിലെ 4 മണിയായപ്പം ഞാൻ ആരോടും പറയാണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി നടന്നു കഴിഞ്ഞ് ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ തിരിഞ്ഞ് നോക്കിയപ്പം എൻ്റെ ചുറ്റും പട്ടികൾ എൻ്റെ പുറകെ ഓടുന്നു. അപ്പം ഞാൻ ആദ്യം ഓടുന്നു, പട്ടികൾ എൻ്റെ ബാക്കിൽ കൂടെ ഓടുന്നു. എനിക്കാണെങ്കിൽ പട്ടികളെ ഭയങ്കര പേടിയുമാണ്. അങ്ങനെ ഞാൻ മറിഞ്ഞ് വീണ് ഭയങ്കര ഒച്ചയും ബഹളവും ഒക്കെ ആക്കി അങ്ങനെ വന്ന് എനിക്ക് മനസ്സിലായി ഇനി രാവിലത്തെ പരിപാടി നടക്കത്തില്ല. ബിക്കോസ് മോർണിംഗ് ടൈം പട്ടികൾ വെരി ആക്റ്റീവാണ്. അങ്ങനെ ആ പ്ലാൻ അവിടെ ഡ്രോപ്പ് ചെയ്തു. പിന്നെ ഞാൻ ചിന്തിച്ചു, എന്തിന് ഞാൻ ഇത്രയും കഷ്ടപ്പെടണം, എന്നെ ഇങ്ങനെ ഇഷ്ടപ്പെടുന്നവർ ഇഷ്ടപ്പെട്ടാൽ മതിയെന്നേ, അല്ലാണ്ട് എന്നെ ആരും ഇഷ്ടപ്പെടണ്ട. അങ്ങനെ ചിന്തിച്ച് ഇത്രയും നാൾ ഞാൻ ജീവിച്ചുകൊണ്ടിരുന്നു. പിന്നെ ഞാൻ ഒരു 8-9 മാസം മുന്നേ മാൾട്ടയിൽ വന്ന് കഴിഞ്ഞ് നമ്മൾ ഈ മലയാളമൊക്കെ സംസാരിക്കുന്ന വ്യക്തികളെ കാണുന്നത് നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്താണല്ലോ. അപ്പോൾ ഇവരോടൊക്കെ ഇങ്ങനെ സംസാരിച്ചിരുന്നപ്പം എന്നെ എല്ലാവരും കിടന്ന് ചേച്ചി എന്ന് വിളിക്കുന്നു. എനിക്ക് ആ ചേച്ചി വിളി ഭയങ്കര ഇറിറ്റേഷൻ ആവാൻ തുടങ്ങി. എന്നെക്കാളും പ്രായം കുറഞ്ഞവരായി കിടന്ന് ചേച്ചി എന്ന് വിളിക്കുന്നെങ്കിൽ ഓക്കെ, അവർക്ക് 2-3 മക്കളുണ്ടെന്നേ, ഈ ചേട്ടന്മാരെ എന്നെ ചേച്ചി എന്ന് വിളിക്കുന്നത്. അപ്പം ഞാൻ തീരുമാനിച്ചു, എന്തൊരു കഷ്ടമാണ് എൻ്റെ കാര്യം, എവിടെ ചെന്നാലും ഇങ്ങനെയാണല്ലോ എന്നോർത്ത് ഇങ്ങനെ ഇരുന്നപ്പം ഡിസംബർ 31 തീയതി ആ സമയമായപ്പം ഇങ്ങനെ ചുറ്റും നൈറ്റ് ഡ്യൂട്ടിക്ക് ആൾക്കാരിരിക്കുക. അപ്പം ഞങ്ങളിങ്ങനെ ചുറ്റിനെ ഇരുന്ന് ഫ്രീ ടൈമിൽ ഇങ്ങനെ എല്ലാവരോടും ഒരാൾ ഏജ് കൊണ്ടുവന്നിട്ടു. ഏജ് എല്ലാവരും പറയണം. അങ്ങനെ പറയാനിരുന്നപ്പം കറങ്ങി തിരിഞ്ഞ് എൻ്റെ അടുത്തേക്ക് വന്നു. എനിക്കറിയാം എല്ലാവരുടെ മുമ്പിൽ നാണം കെടും, ഞാൻ സ്കൂട്ടൊക്കെ ആവാൻ നോക്കി, പക്ഷെ പറ്റിയില്ല. അപ്പോൾ ആണെങ്കിൽ എന്നോട് ഏജ് ചോദിച്ചപ്പം ഞാൻ പതുക്കെ പറഞ്ഞു എനിക്ക് 25 വയസ്സായി. 25 വയസ്സെന്ന് കേട്ടപ്പം അവിടെ ഇരുന്നൊരു നല്ല ചെറുക്കൻ അവിടെ കിടന്ന് ഒച്ചത്തെ, നിന്നെ കണ്ട 25 35 പറയൂ. അയ്യോ, നിന്നെ കണ്ട 25 പറയില്ല. എനിക്ക് ആണെങ്കിൽ കരച്ചിൽ വരുന്നു, സങ്കടം വരുന്നു, ദേഷ്യം വരുന്നു. എനിക്ക് ഭയങ്കര വിഷമായിപ്പോയി കേട്ടോ. അപ്പം ഞാൻ രാത്രി 1 മണി 2 മണിയാണെന്ന് ഓർക്കണം. ആ സമയത്ത് ഞാൻ ഈ ഫോൺ എടുത്തിട്ട് ഞാൻ മെസ്സേജ് അയച്ചു എൻ്റെ ഫ്രണ്ടിനെ, എനിക്ക് ജിമ്മിൽ ജോയിൻ ചെയ്യണം, എത്രയും പെട്ടെന്ന് ജിമ്മിൽ ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞു. രാവിലെ അവൾ എണീറ്റിട്ട് എനിക്ക് അവൾ മെസ്സേജ് അയച്ചു. ഓക്കെ, ജിമ്മിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ തന്ന്. അടുത്ത ദിവസം ഞാൻ പോയി ഫീസ് അടിച്ച് ജിം ജോയിൻ ചെയ്തു. സത്യം പറയട്ടെ, എൻ്റെ വണ്ണം കുറഞ്ഞെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു 3 മാസമായല്ലോ. 3 മാസമായപ്പോൾ ഒരു ഇച്ചിരി വണ്ണം കുറഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നു. വെയിറ്റ് നോക്കിയപ്പോൾ ഒരു 3-4 കിലോ കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ എൻ്റെ കോൺഫിഡൻസ്, ഇവിടെ കിടന്ന കോൺഫിഡൻസ് ഇവിടെ എത്തി. എൻ്റെ കോൺഫിഡൻസ് പിന്നെ ആ ചെറുക്കൻ പിന്നെ എന്നെ കാണാനോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് ഡ്യൂട്ടി വന്നിട്ടില്ല. എന്തായാലും ഈ വീഡിയോ ആ ചെറുക്കൻ കാണുന്നുണ്ടെങ്കിൽ, ആ ചേട്ടൻ, ആ നല്ലൊരു മനുഷ്യൻ കാണുന്നുണ്ടെങ്കിൽ നന്ദിയുണ്ടേ, നിങ്ങൾ കാരണമാണ് ഞാൻ ജിമ്മിൽ പോകുന്നത്. അപ്പോൾ താങ്ക് യു സോ മച്ച്. നിങ്ങൾക്ക് ആരെങ്കിലും മെൻഷൻ ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ ഡു മെൻഷൻ. ബൈ.